ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ടിപ്സാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരുമാതിരി എല്ലാവരും തന്നെ ഇപ്പോഴത്തെ തലമുറയിൽ എഡ്യൂക്കേറ്റഡാണ്, കാര്യങ്ങളെല്ലാം അറിയാം. എന്നാൽ ചെറിയ ചെറിയ ചില ടിപ്സ് മതി അവർ ക്ലിയറായിപ്പോയി. പണ്ട് നമ്മുടെ കാരണവന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പെൺകുട്ടികളെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അവരെ എങ്ങനെ ശ്രദ്ധിക്കണം, അവരെ എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ പറയും. അതിനുശേഷം പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങളെ നോക്കുന്നു. അതൊക്കെ ഒരു 2 വയസ്സ് വരെ അവർ കളിച്ച് നടക്കും. ഈ കളിക്കുന്ന സമയത്തും അവർക്ക് ഈ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവൻ സംസാരിക്കാനൊക്കെ 1 വർഷത്തോളം എടുക്കുകയല്ലേ, 1 വർഷമൊക്കെ ആകുമായിരിക്കും. അപ്പോൾ ആ സമയത്തും നമ്മൾ അവരോട് സംസാരിക്കണം. അവരത് ശ്രദ്ധിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നില്ലെന്നുള്ളവരെല്ലാം ഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നമ്മൾ 2 വയസ്സാകുമ്പം അവരെ മറ്റ് പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും, പറഞ്ഞു കൊടുക്കും. 3 വയസ്സാകുമ്പം പ്രൈമറി ചേർക്കും അല്ലേ. ഈ സന്ദർഭമെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നമ്മൾ ഈ കുട്ടി എന്തെല്ലാം പറയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ഈ കുട്ടി എന്തെല്ലാം ചെയ്യരുത് എന്ന് നാം ആഗ്രഹിക്കുന്നു, അതൊന്നും നാമം ചെയ്യരുത്. ഈ മിണ്ടാതെ കിടക്കുന്ന കുട്ടിയാണ്, ശരിയാണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് വഴക്ക് പിടിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, പരദൂഷണം പറയുക, ഇതെല്ലാം ഈ ആശാൻ ഗ്രാസ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും നല്ല ചങ്ങാത്തം കുട്ടികളുമായിട്ട്, അത് LKG തൊട്ട് +2 ആയാലും ആ ചങ്ങാത്തമുള്ളത് നല്ലതാണ്. എപ്പോഴും ഒരു തുറന്ന സംസാരം മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാതെ അവർ പല നമ്പരും എടുക്കും, പഠിക്കാനുണ്ട്, അതുണ്ട് അത് തന്നെ നമ്മൾ അകലെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്പസമയം അവരുമായിട്ട് വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം അവർ എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. ഇവൻ ഇപ്പോഴത്തെ തലമുറ ഒരു പ്രേമബന്ധമുണ്ട് അതുപോലും പറയും. മാതാപിതാക്കൾ അതിന് നോക്കിയിട്ട് അത് അപ്രൂവ് ചെയ്യുകയാണ് ഇപ്പോൾ കണ്ടുവരുന്ന പതിവ്. ആരും അതിനെ അങ്ങ് ഹ്യൂമിലിയേറ്റ് ചെയ്യാറില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ചെയ്യാറില്ല. അത് നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും വിദേശത്ത് ആണല്ലോ അനുകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിലും അവിടെ ചെറുപ്പത്തിലേ തുടങ്ങുന്ന റിലേഷൻഷിപ്പാണ് വളരെ കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് പഠനം തെളിയിക്കുന്നത്. റിലേഷൻഷിപ്പ് ഒന്നും മോശമല്ല, പക്ഷേ അത് നമുക്ക് യോജിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾക്ക്. കുട്ടികളായിരിക്കുമ്പോൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. മുതിർന്ന +2 ഡിഗ്രിയൊക്കെ ആയിരിക്കും, PGക്കൊക്കെ പോകുമ്പം ഉണ്ടാകുന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മളവരുടെ ഒരു സുഹൃത്തായിരിക്കണം, അവരെ കൈപിടിച്ച് കൊണ്ടുവരണം. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ അവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും നമ്മൾ അവരുടെ സാന്നിധ്യത്തിൽ പറയരുത്. സാന്നിധ്യം അല്ലാതെയും നമ്മൾ ബി പോസിറ്റീവ് ആയിരിക്കണം. ഈ പോസിറ്റീവ് ആകുകയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസിറ്റീവ് എനർജി നമ്മളിൽ നിന്ന് പ്രസരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കുടുംബത്തിലും കുടുംബാന്തരീക്ഷത്തിലും എല്ലാം വരും. കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ നല്ല നോബിളായിട്ട് വളർന്നു വരുന്ന കാണാം. അവരോട് നമ്മൾ അധികം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നല്ല സ്മാർട്ടായിരിക്കും, ഇൻ്റലിജൻ്റ് ആയിരിക്കും. പിന്നെ ഇപ്പം കുട്ടികളായാലും ചതിക്കുഴിയിലൊക്കെ പെട്ടുപോകാം. ഈ അഡിക്ഷൻ വരുന്ന കുട്ടികളെ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അവരെ പെടുത്തിയതാണെന്നാണ്. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മളവരെ ശ്രദ്ധിക്കണം. വഴക്ക് പറയാനല്ല നിൽക്കേണ്ടത്. അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യക്ഷമമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അവരെ ക്ലിയറാക്കി എടുക്കുകയും ചെയ്യണം. അത് വലിയ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബകാര്യത്തിൽ നമുക്കൊക്കെ ഉള്ളത് നമുക്ക് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗുണ്ട ഗ്യാങ്ങാണ്, അല്ലെങ്കിൽ അങ്ങനെ അവരെ എതിർക്കണം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ബന്ധുബലമൊക്കെ പോയി. അതല്ലാതെ ഈ നമുക്ക് നമ്മുടെ കുഞ്ഞിന് മാനസികമായ പ്രയാസം ഉണ്ടാകുന്നത് പബ്ലിസിറ്റി കൊടുത്ത് അവനെ ഇകഴ്ത്തരുത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെ കുറിച്ചൊരു ഡയലോഗ് അങ്ങനെ അടിക്കരുത്. കുഞ്ഞുങ്ങളെ പോസിറ്റീവായിട്ട് കാണണം. ഓക്കെ, അപ്പം അവർ കൈകാര്യം ചെയ്ത് പഠിച്ചു വരുന്നത് വളരെ സ്മാർട്ടായിരിക്കും. ഇത് വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് വളരെ സ്ട്രെസ് എടുത്താണ് സംസാരിക്കുന്നത്. എല്ലാം അങ്ങ് വിട്ടു പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തെ ആകെ ബാധിക്കാവുന്ന ചില വിഷയമാണല്ലോ ഇത്. അപ്പം വളരെ സൂക്ഷിച്ചു വേണമല്ലോ സംസാരിക്കുക. റിസൾട്ട് അത്രയും പോസിറ്റീവായിരിക്കണം. നമുക്ക് ചുമ്മാ ബ്ലഫ് ചെയ്യാവുന്ന കാര്യമല്ല, ശരിയല്ലേ? അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് നല്ല ചങ്ങാത്തത്തിലും ഫ്രണ്ട്ഷിപ്പിലും പോകണം.
അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. നോ പറയാൻ അവരെ പരിശീലിപ്പിക്കണം. ഒരു നമ്മളൊരു എക്സസൈസ് പോലെ സേ നോ 10 times, സേ യെസ് 10 times. അപ്പോൾ അവർ ചോദിക്കും എന്തിനാ പപ്പ, എന്തിനാ മമ്മ, പിന്നീട് അത് ആവശ്യം വരുവിടെ പോയി എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ടൈമിലി സേ നോ എന്ന് പറയുന്നത് വലിയ ഉപകാരം ചെയ്യും. നമ്മൾ വലിയ സഹായം പോലീസിനെയും കോടതിയൊക്കെ തേടുന്നതിൻ്റെ അപ്പുറം തന്നെ ഫസ്റ്റിലുള്ള നോ ആ പ്രശ്നം അങ്ങ് തീർത്തോളും. സേ നോ, സോറി, വാ നമുക്കൊരു ജ്യൂസ് കുടിക്കാം, വാ, നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലെങ്കിൽ നോ, ജ്യൂസ് വേണ്ട, അത്ര തന്നെ, ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് വിടാം, നോ, ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ് പറയാൻ പഠിപ്പിക്കണം. പിന്നെ നമ്മുടെ സമൂഹത്തിൽ അറിയുന്ന കാര്യങ്ങൾ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യണം. ഇപ്പോൾ വാർത്തകളൊക്കെ വരുമല്ലോ, ഇപ്പം വീടിൻ്റെ പൈപ്പ് തുറന്നിടരുത്, പുറത്തിറങ്ങിയാൽ അടിച്ച് തല പൊട്ടിച്ച് വീട്ടിൽ കയറി എല്ലാം മുഷിച്ചുകൊണ്ട് പോവും, ടെക്നിക്കാണ്. അത് നമ്മളറിയുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഒരാങ്കിൾ വന്ന് മോനെ കതകും തുറക്കുമെന്ന് പറഞ്ഞാൽ നോ എന്ന് പറയാനായിട്ട് അവൻ പ്രാപ്തനായിരിക്കണം. ഓക്കെ, എനിക്ക് നല്ല തൻ്റേടികളായ കുട്ടികളാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. വെറും വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അവർക്ക് വേണ്ടത് അവരെ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പരിശീലിപ്പിക്കണം. അതുപോലെ മാർഷ്യൽ ആർട്സിന് എന്തെങ്കിലും കരാട്ടെ കുംഫു ഒക്കെ പഠിക്കാൻ വിടണം, കളരിയോ എല്ലാം പഠിക്കാൻ വിടണം. അതുപോലെ തന്നെ ഡാൻസ്, പാട്ട് എന്തെല്ലാം ഉണ്ട് കാര്യങ്ങൾ. അവനിൽ അന്തർലീനമായിരിക്കുന്ന കഴിവ് എവിടെയാണെന്ന് നമുക്കറിയില്ല. സോ വലിയ ഡോക്ടറാകാൻ ആഗ്രഹിച്ച ഒരു ഡോക്ടറായതിനു ശേഷം ഭയങ്കര സംഗീതജ്ഞരായിട്ടില്ലേ, സിനിമാ നടന്മാരായിട്ടില്ലേ, സിനിമാ നടികളായിട്ട്, എന്നുവെച്ചാൽ അവരിൽ സർഗശേഷി അതല്ലായിരുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കണം. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ, ഓപ്പർച്യൂണിറ്റീസൊക്കെ കൊടുക്കണം. ഇതെല്ലാം കൊടുക്കുമ്പോഴും അതവന് ഹസാനസായിട്ട് ഫീൽ ചെയ്തത്, അവനത് രസമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഇത്തരത്തിൽ വേണം ചെയ്യാൻ. നീന്തൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കമ്പൽസറി ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരുമാതിരി സാഹചര്യങ്ങളുള്ള സ്കൂളിലെല്ലാം സ്വിമ്മിംഗ് പൂളും സ്വിമ്മിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോൾ. അത് നമ്മൾ സ്വകാര്യമായിട്ട് അത് വിട്ട് കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കണം. ഒരു 3-4 വയസ്സ് കഴിയുമ്പോൾ വിടുക, 5 വയസ്സാകുമ്പോൾ പഠിച്ചിരിക്കണം. അതിനുശേഷം 5 വയസ്സ് തൊട്ട് മുകളിലോട്ടാണ് കരാട്ടെ, കുംഫു, കളരിയൊക്കെ പഠിപ്പിക്കുക. ഏതെങ്കിലും 1-2 മതി, ഒരെണ്ണം തന്നെ മതി അത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ വേണ്ടത് ഈ പറഞ്ഞ പോലെ 18 വയസ്സ് കഴിയുമ്പോൾ +2 കഴിഞ്ഞിറങ്ങുമ്പോൾ ഡ്രൈവിങ്ങും പഠിച്ചിരിക്കണം, ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അപ്പോൾ അത്തരത്തിൽ കാര്യക്ഷമമായി വളർത്തുക. അതായത് ഒരു നല്ല മകനെ, നല്ല മകളെ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ ഈ നമ്മുടെ ഗ്രാമത്തിനും നമ്മുടെ നഗരത്തിനും ഒരു നല്ല മകനും മകളുമായിരിക്കണം. നമ്മുടെ സംസ്ഥാനത്തിന് നല്ലൊരു മകനും മകളുമായിരിക്കണം. നമ്മുടെ രാജ്യത്തിന് നല്ലൊരു മകനും മകളും. അങ്ങനെ ആയിരിക്കണം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരെ, മോഡിഫൈ ചെയ്തുവരെ. ഏകപക്ഷീയമായി എനിക്ക് അങ്ങനെയല്ല, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ജില്ലയുടെ, നമ്മുടെ ആ വീക്ഷണത്തിൽ വളർത്തിക്കൊണ്ടുവരണം. പ്രൊഡക്ടിവിറ്റി ഉള്ള കുട്ടികളായിട്ട് അതായിരിക്കണം വേണ്ടത്. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഒരു രാജ്യത്തിന് സേവനം ചെയ്യാൻ പ്രാപ്തരായ പൗരന്മാരായി വളർന്നു വരുന്നത്. ഓക്കെ, അപ്പം ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അതുപോലെ തന്നെ പേര് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊരു കുഞ്ഞിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കുഞ്ഞ് ചെയ്യാൻ ആഗ്രഹിക്കുക ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. നമ്മളിപ്പോൾ ഷോപ്പിംഗ് മാളിൽ പോകും, ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ക്യാമറ എന്താണെന്ന് പറയാനും വളരെ സൗകര്യത്തോടെ എന്തൊക്കെ എടുത്ത് നമ്മുടെ ഇതിനകത്തിടാൻ പറ്റും, ഇടരുത്. നമ്മുടെ കുഞ്ഞുങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക, ഭാവിയിൽ അവനോട് ചെയ്യുന്ന വലിയ ദ്രോഹം അത്, അവനൊരു വലിയ കള്ളനായി മാറും, അല്ലെങ്കിൽ കള്ളിയായിട്ട് മാറും. അതുപോലെ നിങ്ങൾ ചെറിയ കാര്യത്തിന് ചോക്ലേറ്റ് തിന്നാൽ പല്ല് പിഴുത്തു പോകുന്നു കുഞ്ഞുങ്ങളോട് പറയും ചില ആളുകൾ, ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളിൽ ഞാൻ ചിരിക്കും, അങ്ങനെ പറയാൻ പാടില്ല. ചോക്ലേറ്റ് ചെയ്താൽ പല്ല് പിടുത്തി പോകത്തൊന്നുമില്ലെന്നാണ് കുഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ പലരും തിന്നുന്നുണ്ട്, അവരുടെ ഒന്നും പല്ല് പോയിട്ടില്ല. അപ്പോൾ അവൻ സ്വാഭാവികം ചിന്തിക്കും അമ്മ എന്നോട് നുണ പറഞ്ഞു. അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ അധികം ചോക്ലേറ്റ് നിൻ്റെ വയറ് കേടാകും, നമുക്കത് നല്ലതല്ല, അതിന് ഇന്ന കോംപ്ലിക്കേഷൻസൊക്കെ വരാം. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 ഒക്കെ നമുക്ക് കഴിക്കാം എന്ന രീതി വേണം പറഞ്ഞു കൊടുക്കാൻ. പോസിറ്റീവായിരിക്കണമല്ല, പെട്ടെന്നൊരു എളുപ്പത്തിന് വേണ്ടി നെഗറ്റീവ് പറഞ്ഞ് കൊടുക്കരുത്. നമ്മളിൽ പലർക്കും പണ്ട് പുറത്തിറങ്ങാൻ പേടിയാണ്. എൻ്റെ ഇമ്പാമ്പയുണ്ട്. വലിയമ്മമാർ കൊച്ചുങ്ങൾ ഉറങ്ങാൻ വേണ്ടിയൊക്കെ പറഞ്ഞു കേൾപ്പിച്ച കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതുമില്ല കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും കരണ്ടും വെളിച്ചമൊക്കെ ആയപ്പം ഈ സംഭവം എല്ലാം പോയി. മനസ്സിലായി? അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട, അതൊന്നും പറയരുതെന്ന് വെച്ചാൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ നമ്മളെ ഓരോ കുട്ടിയും എല്ലാ തരത്തിലും സജ്ജരാണ്. ഞാൻ ചിലർ പറയല്ലേ ആ മരുന്ന് കഴിച്ചവൻ്റെ അസുഖം, അതൊന്നും അല്ല. നമ്മുടെ ബോഡി തന്നെ
ഏതൊരു തരത്തിലുള്ള രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള ഒരു ബോഡി നമ്മുടെ. പിന്നെ ചില സമയത്ത് നമുക്ക് സപ്ലിമെൻറ്റ്, ഇപ്പോൾ ഈ സയൻറ്റിഫിക് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ചില സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അവൻ്റെ ബോഡി തന്നെയാണ് ക്ലിയർ ചെയ്യുന്നത്. ഇപ്പം പനി വന്നു, കാത്തിരുന്നു, പനി മാറും. ചില ഹോമിയോ മരുന്നൊക്കെ പറഞ്ഞാൽ ഹോമിയോ കുറ്റം പറയില്ല, കുറേ കാത്തിരിക്കണം. പക്ഷെ കൈവിട്ടു പോയവർ പറയും കൊണ്ടുകൊള്ളാനും പറയും. അപ്പം ബോഡി സ്വയം പ്രവർത്തിച്ച് ശരിയാക്കുന്ന പ്രോസസ്സാണ് അതൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഈ മനസ്സിനെ ശരീരത്തെ എന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും ഒരു സപ്പോർട്ട് കൊടുക്കാനും, എത്ര വലിയ ഒരു തീർത്തും പരാജയപ്പെട്ടു വരുന്ന കുട്ടിയെ പോലും കെട്ടിപ്പിടിക്കാനും ഇനിയും അവസരമുണ്ട് മോനെ. ദിസ് ഇസ് നോട്ട് അവർ ചാൻസ്, ഇത് ലാസ്റ്റ് ചാൻസ് അല്ലല്ലോ, ഇനിയുണ്ടല്ലോ ചാൻസ് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി പറ്റുമെങ്കിൽ അവനെ കണ്ടൊരു സിനിമയ്ക്കും പോയിട്ട് വേണം കിടന്ന് പറയാൻ. ഓക്കെ, അതായത് അവനെ പോസിറ്റീവ് ടാലൻസ് വളർത്തിയെടുക്കാൻ വേണ്ടിയായിരിക്കും നമ്മുടെ ശ്രമം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. ഇറ്റ്സ് മീ സൈമൺ. യൂട്യൂബ് ചാനലുമായിട്ട് അത് കാണുന്നു, സഹകരിക്കുന്നു, ഷെയർ ചെയ്യുന്നു, എല്ലാത്തിനും നന്ദി. ഓക്കെ, ബൈ. ഹാവ് എ ഫാൻറ്റാസ്റ്റിക്.